എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇത്തവണത്തെ ഓണം അമ്മയുടെ അടുത്തായിരുന്നു കേട്ടോ. വലിയ ഓണത്തിന് നമ്മൾ രാവിലെ അമ്മയുടെ അടുത്തേക്ക് പോയി. നമ്മുടെ പാരൻ്റൽ ഹൗസ് ഉണ്ട് താമരശ്ശേരി, അപ്പോൾ അവിടെയായിരുന്നു ഓണം. സാധാരണ എല്ലാ തവണയും നമ്മൾ ഫുഡ് ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഇത്തവണ എല്ലാവർക്കും അസുഖങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇത്തവണ ഫുഡ് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. ഏട്ടൻ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. എൻ്റെ 2 ബ്രദേഴ്സാണ് എനിക്ക്. മൂത്ത ബ്രദർ US അവരിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അതാണ് ഫുഡൊക്കെ ഓർഡർ ചെയ്തത്. വാങ്ങിക്കൊണ്ടുവന്നത് ഇളയ അനിയനാണ്. അവൻ കോഴിക്കോടാണ് താമസം. അപ്പോൾ അവൻ അവിടെ നിന്ന് വരുന്ന സമയത്ത് ഭക്ഷണമൊക്കെ എടുത്ത് പോന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയൊക്കെ വിളമ്പി വെച്ചിരിക്കുകയാണ് കേട്ടോ. വളരെ കാലത്തിന് ശേഷം നമ്മളിങ്ങനെ ഓർഡർ ചെയ്ത് കഴിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. എല്ലാ വർഷവും നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ വർഷം എല്ലാവർക്കും അസുഖങ്ങളൊക്കെ ആയതുകൊണ്ട് ഓർഡർ ചെയ്തു. അങ്ങനെ അപ്പോൾ എല്ലാവരും സെൽഫിയൊക്കെ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വിഭവങ്ങളൊക്കെ ഒന്ന് എടുക്കാം. വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു സദ്യ തന്നെയായിരുന്നു കേട്ടോ. എഴുത്തിയമ്മയുടെ ഒരു കസിൻ ഒരു കാറ്ററിംഗ് ഏജൻസി നടത്തുന്നുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തത്. 2 കൂട്ടം പായസവും ഒക്കെ ഉണ്ടായിരുന്നു. പരിപ്പ് പ്രഥമനും പാലടപ്രഥമനും ഒക്കെ അടക്കം 5-8 വിഭവങ്ങളൊക്കെയുള്ള നല്ല ഒരു ഊണായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫോട്ടോ പിടിക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും ഊണ് കഴിക്കുന്നതിന് മുമ്പേ എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണല്ലോ ആദ്യം ചെയ്യുക അല്ലേ. പക്ഷേ അതൊക്കെ ഒരു രസമാണ് ശരിക്കും. അങ്ങനെ നമ്മൾ ഊണൊക്കെ വിളമ്പി. പപ്പടമൊക്കെ പൊടിഞ്ഞു പോയി കേട്ടോ. വണ്ടിയിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് പപ്പടം മാത്രം പൊടിഞ്ഞു പോയി. ബാക്കിയൊക്കെ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. കാരണം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തന്നെ വേറെ ആരെങ്കിലും തരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അല്ലേ. എനിക്കൊക്കെ അങ്ങനെയാണ്. ഞാനുണ്ടാക്കി എനിക്ക് ഒരു ടേസ്റ്റും തോന്നില്ല. എല്ലാവരും ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം നമ്മളിതിൻ്റെ സ്മെല്ലൊക്കെ കേട്ടിട്ട് നമുക്കൊട്ടും സ്വാദം ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് നമ്മളല്ലല്ലോ ഉണ്ടാക്കിയത്, അതുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഇളയ അനിയൻ അവിടെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് അവൻ ഇരിക്കുന്നേ ഉള്ളൂ. ഞങ്ങളൊക്കെ ഇരുന്നു. അവൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇരിക്കണം. അവൻ മനോരമയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കൂടി വളരെ കാലമായിട്ട് നമ്മളിങ്ങനെ കൂടാറുണ്ട്. പക്ഷേ ആരെങ്കിലും ചിലരൊക്കെ മിസ്സിങ് ആയിരിക്കും. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ വർഷം ഞങ്ങൾ അമ്മയും മക്കളും 3 മക്കളും ഒരുമിച്ചു. അങ്ങനെ അപ്പോൾ അമ്മേനെ ഇറക്കി കൊണ്ടുവരണം. അപ്പം ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്ത് അമ്മേനെയൊക്കെ വിളിച്ച് പുറത്തുനിന്ന് നമ്മളൊരു ഫോട്ടോഷൂട്ട് എടുക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും കൂടെ. അങ്ങനെ അമ്മയും മക്കളും കൂടിയൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പുറത്തിറങ്ങി. അവിടെ ഒരു മാവുണ്ട്. ആ മാവിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമായിരുന്നു. ഒരു നൊസ്റ്റാൾജിയായിരുന്നു. നമ്മൾ ഓടിക്കളിച്ച മുറ്റത്തൊക്കെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഉള്ള ഒരു എന്താ പറയുക ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അതൊരു വല്ലാത്ത ഫീലിംഗ് ആണല്ലേ. നമ്മുടെ വീട്ടിൽ നമ്മൾ ജനിച്ച് വളർന്ന വീട്ടിൽ പോകുക എന്ന് പറയുമ്പോൾ അവരവിടെ ഫോട്ടോന് വേണ്ട സെറ്റിങ്സൊക്കെ റെഡിയാക്കുകയാണ്. അനിയനും ഏട്ടനും മോനും ഒക്കെ കൂടെ. അങ്ങനെ ഞങ്ങൾ കുറേ സ്നാപ്സൊക്കെ എടുത്തു അവിടുന്ന്. ഇതാണ് എൻ്റെ വീട് കേട്ടോ. താമരശ്ശേരി ആണ് വീടുള്ളത്. താമരശ്ശേരി ചുരം എന്ന് കേട്ടിട്ടില്ലേ, അവിടെ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു കുഞ്ഞു ഓണസദ്യയായിരുന്നു കേട്ടോ. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.